ഒരു ഹുക്കും യാണും നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സ് നിങ്ങൾക്ക് ഓൺലൈൻ കാണാൻ പറ്റും. നിങ്ങൾ യൂട്യൂബ് ചാനൽസിലൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് മെത്തേഡ്സ് കാണും. അതിൻ്റെ ഒരു റീസൺ തന്നെ നമ്മുടെ കംഫർട്ടിനനുസരിച്ചിട്ടാണ് നമ്മളൊരു ഹുക്കും യാണും പിടിക്കുന്നത്. ചില വീഡിയോസിൽ ഞാൻ കണ്ടു, ഞാൻ 2-3 എക്സാമ്പിൾ കാണിച്ചു തന്നിട്ട് പിന്നെ ഞാൻ എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് കാണിച്ചു തരാം. ചില വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെ ഈ ടെയിൽ എൻഡ് നമ്മുടെ പിങ്കി ഫിംഗറിൻ്റെയും റിംഗ് ഫിംഗറിൻ്റെയും ഉള്ളിലൂടെ അകത്തേക്ക് കയറ്റി നമ്മുടെ മിഡിൽ ഫിംഗറിൻ്റെയും പോയിൻറ്റ് ഫിംഗറിൻ്റെയും ഉള്ളിലൂടെ കയറ്റി പോയിൻറ്റ് ഫിംഗറിൽ 2 പ്രാവശ്യം ചുറ്റി ഹുക്കിൻ്റെ കൂടെ ഇങ്ങനെ ചെയ്യുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ത്രെഡ് ഇങ്ങോട്ട് വരുന്നില്ല. ഞാൻ എത്ര ഫ്രീ ആയിട്ട് എൻ്റെ കൈ വിട്ടാലും ഹുക്ക് ചെയ്തിട്ട് വലിച്ചെടുക്കാൻ ഭയങ്കര പാട്. ഇവിടെ എനിക്ക് ഇപ്പം തന്നെ ഒരു ചെറിയ പാട് പോലെ വന്നിട്ടില്ലേ, വേദന. അതുകൊണ്ട് ഞാൻ ആ മെത്തേഡ് അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഒരു മെത്തേഡ് ഞാൻ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിങ്കി ഫിംഗറിൽ 2 പ്രാവശ്യം ചുറ്റുക, എന്നിട്ട് പോയിൻറ്റ് ഫിംഗറിലൂടെ കയറ്റി നിറ്റ് ചെയ്യുന്നത്. ഇത് പിന്നെയും കുറച്ചും കൂടെ വലിച്ചാൽ വരും, പക്ഷേ എന്നാലും ഇവിടെ എനിക്ക് കുറച്ച് ടെൻഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഒരയുന്ന പോലെ എനിക്ക് തോന്നുമായിരുന്നു. അപ്പം ഞാൻ അതും നിർത്തി. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വഴിയാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഒന്നും കൂടെ ഒരു സ്ലിപ്പ് നോട്ട് ഇടുകയാണ്. ഇങ്ങനെ എക്സ് ഷേപ്പ് വന്നു, വർക്കിംഗ് ആണ് ഇതിനകത്തൂടെ പുറത്തേക്ക് എടുത്തു, ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് 2 എൻഡിൽ നിന്നും ഇങ്ങനെ വലിച്ചു. ഇതിപ്പോൾ നമുക്ക് സ്ലിപ്പ് നോട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പിങ്കി ഫിംഗറിൻ്റെയും റിംഗ് ഫിംഗറിൻ്റെയും അകത്തൂടെ ഒരു തവണ കയറ്റും, എന്നിട്ട് പോയിൻറ്റ് ഫിംഗറിൻ്റെയും മിഡിൽ ഫിംഗറിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും നടുവിരലിൻ്റെയും ഉള്ളിൽ കൂടെ ഇറക്കി ചൂണ്ടുവിരലിൽ ഒരു തവണ ചുറ്റും. എന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിങ്കി ഫിംഗറിൻ്റെയും റിംഗ് ഫിംഗറിൻ്റെയും ഉള്ളിലൂടെ കയറ്റി ചൂണ്ടുവിരലിൻ്റെയും നടുവിരലിൻ്റെയും ഉള്ളിലൂടെ ഇറക്കി ചൂണ്ടുവിരലിൽ ഒരു തവണ ചുറ്റി. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഈ 2 ഫിംഗർ ഇങ്ങനെ അഴിച്ചഴിച്ച് കൊടുക്കുമ്പോൾ കണ്ടോ, ത്രെഡ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. നമുക്ക് എവിടെയെങ്കിലും ടൈറ്റ് ആക്കണം തോന്നുമ്പോൾ ഈ 2 വിരലിങ്ങനെ ടൈറ്റാക്കി പിടിച്ചാൽ മതി. ലൂസാക്കണം തോന്നുമ്പോൾ ചെറുതായിട്ട് വിട്ട് കൊടുക്കുക. അതാണ് ഞാൻ ചെയ്യുന്ന മെത്തേഡ്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ആദ്യം നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കാം. എക്സ് ഷേപ്പ് എടുത്തു, ഇതിനകത്തൂടെ പുറത്തേക്കെടുത്തു, ഹുക്ക് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് ഈ 2 അറ്റവും കൂടി ഇങ്ങനെ മുറുക്കി പിങ്കി ഫിംഗറിൻ്റെയും റിംഗ് ഫിംഗറിൻ്റെയും ഉള്ളിലൂടെ ത്രെഡ് എടുത്ത് പോയിൻറ്റ് ഫിംഗറിൻ്റെയും നടുക്കത്തെ വിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും നടുക്കത്തെ വിരലിൻ്റെയും ഉള്ളിലൂടെ എടുത്ത് ഇങ്ങനെയാണ് ഞാൻ ക്രോഷേ ചെയ്യുന്നത്. മിഡിൽ ഫിംഗറും തമ്പും കൂടെ സ്റ്റിച്ചിൽ ഇങ്ങനെ മുറുകെ പിടിക്കും. ത്രെഡ് ലീവ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഈ 2 വിരൽ മാത്രം ലൂസാക്കുകയും ടൈറ്റ് ചെയ്യുകയും ചെയ്യും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. This is how I hold my yarn and hook. Thank you. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എങ്ങനെയാണൊരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ട്. ചെയിൻ സ്റ്റിച്ചാണ് നമ്മുടെ ബേസിക് സ്റ്റിച്ചസിൽ ഫസ്റ്റ് സ്റ്റിച്ച്. ഏത് പ്രൊജക്റ്റ് നമ്മൾ ചെയ്യണമെങ്കിലും മോസ്റ്റ് ഓഫ് ദ പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുമ്പോഴും ഒന്നുകിൽ മാജിക് റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ചെയിൻ സ്റ്റിച്ച് ആയിരിക്കും ഫൗണ്ടേഷൻ ചെയിൻ സ്റ്റിച്ചായിട്ട് വരുന്നത്. പിന്നെ ചെയിൻ സ്റ്റിച്ചിൽ നിന്നാണ് ബാക്കി സിംഗിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ, ട്രിപ്പിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ, അങ്ങനെ എല്ലാ സ്റ്റിച്ചും ചെയിൻ സ്റ്റിച്ചിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സോ നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ച്. ഏറ്റവും ഈസി ആയിട്ടുള്ള സ്റ്റിച്ചെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതും ചെയിൻ സ്റ്റിച്ചാണ്. നമ്മൾ ഈ മുടിയൊക്കെ മടഞ്ഞിടത്തില്ലേ,
അതുപോലെയാണ് ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണിക്കാം. താങ്ക് യു.